ആ യുദ്ധത്തിൽ റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. അവരുടെ വിശുദ്ധ നഗരമായ ജെറൂസലേം പേർഷ്യക്കാർ പിടിച്ചെടുത്തു. റോം ഇനി ഒരിക്കലും തിരിച്ചുവരില്ലെന്ന് ലോകം ഉറപ്പിച്ചു. ഈ വാർത്ത മക്കയിലുമെത്തി. വിഗ്രഹാരാധകരായ പേർഷ്യക്കാരുടെ വിജയം മക്കയിലെ ഖുറൈശികൾ ആഘോഷിച്ചു. കാരണം റോമക്കാരെപ്പോലെ ഒരു ദൈവിക ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ പരാജയപ്പെടുമെന്നും പേർഷ്യക്കാരെപ്പോലെ വിഗ്രഹാരാധകരായ തങ്ങൾ വിജയിക്കുമെന്നും അവർ വാദിച്ചു. ഇത് മുസ്ലിങ്ങളെ മാനസികമായി വിഷമിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് ഖുർആനിലെ ആ വചനം അവതരിക്കുന്നത്. റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഏറ്റവും അടുത്ത ഭൂമിയിൽ വെച്ച്. എന്നാൽ ആ തോൽവിക്ക് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഈ വചനം കേട്ട് മക്കക്കാർ പരിഹസിച്ചു. എന്നാൽ ഖുർആൻ പറഞ്ഞതുപോലെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റോം പേർഷ്യയെ പരാജയപ്പെടുത്തി. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ഈ യുദ്ധം തുടക്കം കുറിച്ചു. പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പേർഷ്യൻ പ്രദേശം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി മാറുകയും ചെയ്തു. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ ബദർ യുദ്ധത്തിൽ വിജയിച്ചതും. സാഹചര്യങ്ങൾ എത്ര മോശമായാലും, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും, അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ഏത് പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് വിജയിച്ചു കയറാം. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് നിസ്സാരമാണ്.